ചരിത്ര പ്രസിദ്ധമായ മനയ്ക്കൽ ചിറ കോടികൾ മുടക്കി ഇത് പണി കഴിച്ചതാണ്. ഇവിടെ ഒരു 4-5 വർഷം അടുപ്പിച്ച് വള്ളംകളിയൊക്കെ നടന്നു. അതിൻ്റെ ഫയലിംഗാണ് അവിടെ കാണുന്നത്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ കണ്ടോ? പോള കയറി തിങ്ങി ഇതിൻ്റെ അടിയിൽ വെള്ളമുണ്ടോയെന്ന് തന്നെ അറിയാത്ത രീതിയിൽ ഈ പരുവത്തിൽ ആക്കി വച്ചിരിക്കുകയാണ്. ക്യാൻസർ എന്ന് പറയുന്ന മഹാവ്യാധി ഇങ്ങനെ വെള്ളം മലിനമായി കിടക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഇന്ന് നമ്മൾ കണ്ടു വരികയാണ്. ഇത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ണടച്ചിരിക്കുന്നു. കോടാനക്കോടി രൂപ മുടക്കി ടൂറിസത്തിൻ്റെ മറവിൽ കൊള്ളയടിച്ച് ഈ നാടിനെ ഈ പരുവമാക്കി വച്ചിരിക്കുകയാണ്. ഒന്നെങ്കിൽ ഇത് നിങ്ങൾ മൂടണം. എന്തിനാ ഇങ്ങനെ ഓടണം? എന്നിട്ട് സൈഡിൽ കൂടെ ചെറിയൊരു ചാല്, ചങ്ങനാശ്ശേരിയുടെ എല്ലാ ഭാഗത്തു നിന്നും വേസ്റ്റ് വെള്ളം വന്ന് ചാടുന്ന സ്ഥലമാണ് ഇത്. ഇപ്പോൾ ഇതിങ്ങനെ കിടക്കുന്നത് കൊണ്ട് ഓരോ സ്ഥലങ്ങളിൽ നിന്നും വേസ്റ്റ് കൊണ്ടുവന്ന് ഈ തോട്ടിൽ എറിയുന്നുണ്ട്. എത്ര മനോഹരമായി കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇതുപോലെ നശിപ്പിച്ച് ഇട്ടിരിക്കുന്നത്. ഇത് കണ്ടോ? ഇതൊക്കെ കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി പൊതുജനത്തിൻ്റെ കാശിന് പണിതിട്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ ഇതിന് വേണ്ടപ്പെട്ടവർ ആരാണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അവർ തിരിഞ്ഞു നോക്കുന്നില്ല. ഇവിടെ നിന്ന് കിടങ്ങറ വരെ, ഈ മനക്കച്ചിറയിൽ നിന്ന് കിടങ്ങറ വരെ ഇതേപോലെ കിടക്കുകയാണ്. ഈ സൈഡിൽ കിടക്കുന്ന വീടുകൾ കണ്ടോ? എന്തുമാത്രം കുടുംബങ്ങളാണ് ഇവിടെ ജീവിക്കുന്നത്. ഇവരൊരു കാലത്ത് ഇവിടെ ഇറങ്ങി കുളിച്ച് ഇവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവർക്ക് ഇറങ്ങാൻ പോലും പറ്റത്തില്ല. ചൊറിയും ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ. ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു കല്യാണാലോചന പോലും വരത്തില്ല ഇത് കണ്ടു കഴിഞ്ഞാൽ. ആരെങ്കിലും വരുമോ ഇങ്ങനെയുള്ള ഏരിയയിൽ? നിങ്ങൾ പറ. ഈ വീടല്ലേ? ഇത് കണ്ടോ? ഒരു വീടിൻ്റെ അവസ്ഥ കണ്ടോ? നിങ്ങൾ നോക്ക്. ഇവിടുത്തെ ആളാണ് ഇത്. കേരളം ഹൈടെക്കാന്നാണ് പറയുന്നത്. നിങ്ങൾ കണ്ടോ? ചങ്ങനാശ്ശേരിയിൽ താമസിക്കുന്ന ഒരു കുടുംബമാണ് ഇത്. ചേച്ചിക്ക് ഹസ്ബൻഡൊന്നുമില്ലേ? മരിച്ചുപോയി. പിന്നെ ആരാ ഉള്ളത്? മോളുണ്ട്. ഒരു മോളും ഒരു മോനും ഉണ്ട്. മോള് എന്ത് ചെയ്യുന്നു? ആ, വിവാഹം കഴിച്ചോ? വിവാഹം കഴിച്ചു. മക്കൾ വല്ലതും ഉണ്ടോ? മക്കളായിട്ടില്ല. ആ, ഹസ്ബൻഡ് എവിടുത്തുകാരനാ? ഇവിടെ തന്നെയുള്ള ആളാണ്. പുള്ളിക്ക് വീടില്ലേ? ഇവിടെ ആയിരുന്നു. ആ ആ, ഇതിൻ്റെ അകത്ത് നിങ്ങളെങ്ങനെ കിടക്കും ദൈവമേ? കാശുള്ള സമ്പന്നന്മാരെ നിങ്ങൾ കാണേ. നിങ്ങളുടെ പട്ടിക്കൂടിന് നിങ്ങൾ എത്ര ലക്ഷം രൂപയാണ് മുടക്കുന്നത്? ഇത് മൃഗമല്ല, മനുഷ്യനാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെയുള്ളവരെയൊക്കെ കണ്ടെത്തി, ഇപ്പോൾ എൻ്റെ വീഡിയോയിൽ കൂടെ എങ്കിലും കണ്ടെത്തി ഇങ്ങനെയുള്ളവരെയൊക്കെ ഒന്ന് സഹായിച്ചു കൂടെ? കൊറോണ കഴിഞ്ഞ് 18 വയസ്സ് 17 വയസ്സുള്ള കുഞ്ഞുങ്ങളാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും നല്ല പ്രവർത്തികൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് ചെയ്. നിങ്ങൾ ഈ ലോകത്തിൽ നിന്നൊന്നും തിരിച്ചു കൊണ്ടുപോകത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാധുക്കളെയൊക്കെ കണ്ടെത്തി ചെയ്യുക. ഇത് ചങ്ങനാശ്ശേരി മനക്കച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് 24-ാം വാർഡാണിത്. മുനിസിപ്പാലിറ്റി 24-ാം വാർഡല്ലേ? മുനിസിപ്പാലിറ്റിയാ? ആ, മുനിസിപ്പാലിറ്റി ഇരിക്കുന്ന സാറുമാരെ നിങ്ങളും കൂടെ അറിയാനായിട്ട് പറയുക. ഇത് ഇങ്ങനെയൊക്കെയുള്ള കുടുംബങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ വോട്ട് ചോദിക്കാൻ വരുമ്പോൾ പറയുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊക്കെ? ഞങ്ങൾ മൊത്തം ചെയ്തു തരാമെന്നൊക്കെ പറയുമോ? അപ്പം ഇങ്ങനെയുള്ള കുടുംബങ്ങളും ചങ്ങനാശ്ശേരി 26-ാം വാർഡിലുണ്ട്. 24-ാം വാർഡ്, സോറി, 24-ാം വാർഡിലുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ കണ്ടെത്തി ഇവരെയൊക്കെ സഹായിക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വിജയേന്ദ്രൻ
വിജയേന്ദ്രൻ ചേട്ടൻ എന്നാ പറയാനുള്ളത് ഈ അവസ്ഥ കണ്ടിട്ട് എന്താ പറയാനുള്ളത്? ഈ തോടിൻ്റെ അവസ്ഥ കണ്ടിട്ട്. ഈ തോട് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ഇത് മുനിസിപ്പാലിറ്റി എടുക്കാൻ, ലയൺസ് ക്ലബ്ബ് എടുക്കാൻ, ഇതെല്ലാം ശരിയാക്കാമെന്ന് പറയുന്നതല്ലാതെ ഈ പോളയ്ക്കകത്ത് ഈ പുല്ലിനകത്ത് 2 ഡെഡ് ബോഡി കിട്ടിയതാണ് ഈ സ്ഥലം. ഇത് ഞാൻ എവിടെ നിന്നുള്ളത്? അത് വല്ലവരും കൊണ്ടിട്ടതാണോ? ആയിരിക്കാം, അല്ലെ അവർ സ്വയം ആത്മഹത്യ ചെയ്തായിരിക്കും. ഇതിങ്ങനെ അങ്ങ് പടിഞ്ഞാറ് കിടക്കുക. ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ ഇതുപോലെ കിടക്കുക. അതെ. ഇത് മാറ്റം ചെയ്യാൻ ഇവരെ ആരെക്കൊണ്ടും സാധിക്കാത്ത ഒരു അവസ്ഥയിലാണ്. അവരെ കൊണ്ട് സാധിക്കാത്തതല്ല, അവരല്ലല്ലോ ഇവിടെ കിടക്കുന്നത്. ഇവിടെ കിടക്കുന്നത് നിങ്ങളല്ലേ കിടക്കുന്നത്. അവർക്ക് എന്നതാ? അവർ മുൻകൈ എടുക്കുന്നില്ല. പക്ഷേ ലയൺസ് ക്ലബ്ബിൽ ആരാ വന്നത്? ലയൺസ് ക്ലബ്ബിൽ കുറേ ആൾക്കാർ വന്നു. പക്ഷെ അവർ ചെയ്യേണ്ടതാ. അവരൊരുപാട് നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാരാണ്. ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. അവരെ ബ്ലോക്ക് ചെയ്ത് കാണും. അതറിയാമല്ലേ? അവർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സർക്കാരിന് കുഴപ്പമാണ്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് വിഷയമോ, അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാർക്ക് ഇതിന് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാന്ന് വെച്ചാൽ ലയൺസ് ക്ലബ്ബുകാർ വോട്ട് ചോദിക്കാൻ വരുന്നില്ലല്ലോ. അപ്പോൾ വോട്ട് ചോദിക്കാൻ വരുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അവരവർക്ക് പറയും വേണ്ട, ഞങ്ങൾ ചെയ്തോളാം. അപ്പോൾ അവർ മുന്നോട്ട് വന്നാൽ പോലും ഇവർ ചെയ്യിക്കത്തില്ല. അപ്പോൾ അതാണ് അതിൻ്റെ സത്യാവസ്ഥ. അതാണ്. അപ്പോൾ ഈ ചങ്ങനാശ്ശേരിയുടെ ഈ അവസ്ഥയ്ക്കൊരു മാറ്റം ഉണ്ടാകണം. ഇത് കണ്ടോ, ഇത് മാറിക്കഴിഞ്ഞാൽ എത്ര മനോഹരമായ ഒരു സ്ഥലമാണെന്നറിയാവോ? ഇവിടെ വള്ളംകളി നടന്നുകൊണ്ടിരുന്നതല്ലേ? എത്ര വർഷം നടന്നാ? ഒരു 3 വർഷം. 3 വർഷമേ നടന്നുള്ളൂ CF സാർ ഉള്ള സമയത്ത്. മുൻപ് തന്നെ ഇത് ഇവിടെ വള്ളംകളി നടന്നു. ആ രീതി കുറേ ഫണ്ട് ആ സമയത്ത് പോളവാരെന്നും പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കി. ആ ഒരു ആവേശമായിരുന്നു. ഇപ്പോൾ ഇത്രയും വാരാനെന്നുള്ള ആവേശം കിട്ടത്തില്ല. എന്നാ വെച്ചാൽ ഇതിന് നല്ലൊരു എമൗണ്ട് വേണം. അപ്പോൾ അത് അല്ലെ പിന്നെ ഇത് തുടർച്ചയായിട്ട് ഇത് വാരി മാറ്റാൻ ഒരു സംവിധാനം ഉണ്ടാക്കണം. ഇപ്പോഴത്തെ ടെക്നോളജി ഉണ്ടല്ലോ, അതിലൊരു സാധനം ഇവിടെ കൊണ്ടിട്ടാൽ മതി. ഇവിടെയും ചങ്ങനാശ്ശേരി ബോട്ട് കെട്ടിലും വരുന്ന പോളകൾ വാരി മാറ്റാൻ ഇവന്മാർ ഒറ്റയിട് മുടക്കുന്ന പൈസ മതി ആ മിഷ്യൻ മേടിക്കാൻ. അത് മേടിച്ച് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ വരുന്ന പോളകൾ അപ്പം എടുത്ത് മാറ്റാം. എന്തുകൊണ്ടത് ചെയ്യാത്തത്? അപ്പോൾ ഇങ്ങനെ ഉള്ള പരിപാടികൾ നടത്തുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ഫണ്ട് എഴുതി മാറ്റാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു സാധനം, ഒരു മിഷ്യൻ മേടിച്ചിട്ട് അത് നടക്കത്തില്ല. അത് ഒറ്റ ചിലവല്ലേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അഴിമതി മാറ്റി ഞങ്ങൾ ജനങ്ങളെ സേവിക്കാനായിട്ട് ആ കസേരയിൽ ഇരിക്കുക. അതേ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു തീരുമാനമുണ്ടാക്കുക. അല്ലെങ്കിൽ വരുന്ന ഇലക്ഷന് വെള്ളം കുടിക്കുമല്ലേ ഏട്ടാ? ഇവിടെ വന്നാൽ ചൂലുമായിട്ട് നിൽക്കുമോ നിങ്ങൾ? ചൂലെടുത്ത് അടിച്ചേക്കണം. ചോദിച്ചടിക്കണം. ഓരോന്നോരോന്ന് ചോദിച്ച്. കഴിഞ്ഞ വേക്ക് വന്നപ്പോൾ ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞല്ലേ മേടിച്ചത്. അപ്പോൾ ഈ വേക്കും വരും അതുപോലെ തന്നെ. അപ്പോൾ ഈ ഏരിയയിലോട്ട് വരാൻ സൂക്ഷിച്ചോണം കേട്ടോ. മനക്കച്ചിറ 24-ാം വാർഡിൽ വരുന്ന വോട്ട് ചോദിച്ച് വരുന്ന സ്ഥാനാർത്ഥിമാരെ നിങ്ങളൊരു കാര്യം ചിന്തിക്കുക. ഇവിടെ ചേച്ചിമാരുടെ കയ്യിലൊക്കെ നല്ല ചൂലുണ്ട്. ആടി പാഴ്സലാണ്. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.